നമ്മൾ അശാന്തസ്യ കുതസുഖം എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു. ശാന്തി എന്ന് പറയുന്നത്, സമാധാനം എന്ന് പറയുന്നത്, എല്ലാ കാര്യങ്ങളും ഫിക്സ് ചെയ്ത് കഴിഞ്ഞ്, ലൈഫിലത്തെ പ്രോബ്ലംസ് എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഗിഫ്റ്റ് പോലെ ഒരാൾ തരുന്ന സാധനമല്ല, അല്ലെങ്കിൽ അത് ഗിഫ്റ്റ് പോലെ വരുന്ന സാധനമല്ല. ഇറ്റ്സ് എ പാത്ത്. നമ്മളത് അതിലൂടെ നടന്ന് സഞ്ചരിക്കേണ്ട ഒരു പാത്താണ്. അപ്പോൾ ആ ഒരു പാത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് ആവശ്യമുണ്ട്. ഒന്ന് ഫോക്കസ്, ശ്രദ്ധ. ആ നിരന്തരമായിട്ടുള്ള ശ്രദ്ധ വേണം. എനിക്ക് ഉയരണം എന്നുള്ള ഒരു നിശ്ചയിച്ചുറപ്പിച്ച ആ ഒരു ബുദ്ധി, അതിൻ്റെ കൂടെ അതിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ടാവണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്ത് വേണം? എൻ്റെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ഒഴിവാക്കേണ്ടത്, ഡിസ്ട്രാക്ഷൻസ്, നമ്മുടെ എനർജി പോകുന്ന പല സ്ഥലങ്ങളുണ്ടാവും, അതെല്ലാം തിരിച്ചറിഞ്ഞ് അത് ഒഴിവാക്കുക എന്നുള്ളത് ഈ യാത്രയുടെ, പീസിലേക്കുള്ള, ശാന്തിയിലേക്കുള്ള യാത്രയുടെ മറ്റൊരു ഭാഗം. പിന്നെ അടുത്തത് കൺസിസ്റ്റൻസിയാണ്. നിരന്തരമായിട്ട് ആ ഒരു വിട്ടുപോകരുത്. ഒരു 4 ദിവസം ചെയ്തു, 5ാമത്തെ ദിവസം ചെയ്യല, അല്ല, അതല്ല. ഇതൊരു പാർട്ട് ഓഫ് യുവർ ലൈഫാക്കി മാറ്റണം ഈ ഒരു യാത്ര, ഈ ഒരു ഇൻറ്റൻഷൻ. എനിക്ക് ശാന്തി വേണം, അതിലേക്ക് വേണ്ട ഡിസ്ട്രാക്ഷൻസ്, ഉണ്ടാവുന്ന ഡിസ്ട്രാക്ഷൻസ് ഞാൻ ഒഴിവാക്കും എന്നുള്ള ഒരു നിശ്ചയിച്ചുറപ്പിച്ച ബുദ്ധി, അത് ആ ഒരു കാര്യം, കൺസിസ്റ്റൻസി, അത് വേണം. അപ്പോൾ ഫോക്കസ് വേണം, കൺസിസ്റ്റൻസി വേണം. പിന്നെ വേണ്ടത് ഒരു കാര്യമാണ്, നല്ല ക്ഷമ വേണം. ഈ പാത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ശാന്തിയുടെ പാത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലതരത്തിലുള്ള ഭയങ്ങളും വരും, അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിംഗ് വരും. അയ്യോ, എവിടെയാ ഇതിൻ്റെ അവസാനം എന്താണ്? അപ്പോൾ പല ആളുകളും ഒരുപക്ഷെ ഈ ശാന്തിയിലേക്കുള്ള പാത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പല ആളുകളും ഒരുപക്ഷെ വിട്ടുപോകാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ വിടേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ, നിങ്ങളുടെ ആ ഒരു പ്രിട്ടൻഡിങ് വേർഷനുമായിട്ട് നമ്മുടെ പെർഫോം ചെയ്ത്, അപ്പം നമ്മൾ ഇവരെന്ത് വിചാരിക്കും, അല്ല അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ള ഒരു കാര്യം വിചാരിച്ചിട്ട് നമ്മൾ പലതും ഫോർമാലിറ്റിക്ക് വേണ്ടി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും. അതൊരു തെറ്റാണെന്നല്ല പറയുന്നത്, അത് കോസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ, അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ കാര്യം, ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഈ റൈഡിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ഷമ വേണം, കൺസിസ്റ്റൻസി വേണം. അത് 2 ദിവസം ചെയ്ത് 3ാമത്തെ ദിവസം നിർത്തരുത്. അത് നിരന്തരമായിട്ടുള്ളൊരു അഭ്യാസമായിരിക്കണം. അപ്പോൾ ഭഗവാൻ അർജുനോട് പറയുന്നത്, നിരന്തരമായ അഭ്യാസവും വൈരാഗ്യവും കൊണ്ടാണ് അർജുന മനസ്സിനെ ശാന്തിയിലേക്ക് എത്തിക്കുക എന്നാണ് സാഖ്യയോഗത്തിൽ ഭഗവാൻ അർജുനോട് പറയുന്നത്. അപ്പോൾ ഈ ഫോക്കസ് വേണം, ശ്രദ്ധ വേണം, നിരന്തരമായ അഭ്യാസം വേണം, ക്ഷമ വേണം. ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് നമ്മൾ കൊണ്ടുപോകുമ്പോൾ മാത്രമേ നല്ലൊരു റിസൾട്ട് വരുള്ളൂ. ലിസൺ, ഈ യാത്രയുടെ, ഈ ടണലിൻ്റെ മറ്റേ ഭാഗത്ത് നിങ്ങളുടെ ഈ പുതിയ വേർഷൻ ഓഫ് യു, ദാറ്റ് പേഴ്സൺ ഈസ് വെയിറ്റിംഗ്. ഒരു നല്ല ധൈര്യത്തോടു കൂടി, മനസ്സമാധാനത്തിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട്, പുതിയ മാറ്റങ്ങൾ, ഇന്നർ ഗ്രോത്തിന് വേണ്ട മാറ്റങ്ങൾ എല്ലാം റെഡിയായി നിൽക്കുന്ന നിങ്ങളുടെ ഒരു വേർഷൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓൾ യു ഹാവ് ടു ഡു ഇസ് ഈ പാത്ത്, ശാന്തിയുടെ ഈ പാതയിലൂടെ ഒന്ന് നടക്കണം. കുറച്ച് അൺകംഫർട്ടബിൾ ആയിരിക്കും, അസൗകര്യങ്ങൾ ഉണ്ടാവും, പലർക്കും ഇഷ്ടപ്പെടില്ല, പലരും മാറി നിൽക്കും, പലർക്കും ഇഷ്ടപ്പെടില്ല. യു ചേഞ്ച്ഡ്, നിങ്ങൾക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്, നിനക്ക്, നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, നീ എല്ലാ സ്ഥലത്തും വിളിച്ചാൽ വരുമായിരുന്നല്ലോ, എപ്പോൾ വേണമെങ്കിൽ ഫോൺ വിളിച്ചാൽ നീ അവൈലബിൾ ആയിരുന്നല്ലോ. അപ്പോൾ ബീങ് അവൈലബിൾ എന്നുള്ള ഒരു കാര്യം തന്നെ നമ്മൾ കുറഞ്ഞ് വരുന്നതായിരിക്കും. ഏറ്റവും നമ്മൾ ആക്സസ് കൊടുക്കുന്നത് സെലക്റ്റീവായിട്ടായിരിക്കും ഒരു പക്ഷേ ഈ മാറ്റത്തിൻ്റെ പാതയിലൂടെ നടക്കുമ്പോൾ. ഇതെല്ലാം പാർട്ട് ഓഫ് ദ ഗ്രോത്ത് ആണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, എവറിത്തിങ് ഈസ് ഗോയിങ് ടു ബി ഓക്കെ. പിന്നെന്താണ്, സോളിറ്റ്യൂഡിനെ സഹിക്കാൻ പറ്റുന്ന അതിനെടുക്കാൻ പറ്റണം നമുക്ക്. സോളിറ്റ്യൂഡ്, യെസ്, മാറ്റം വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് സൈലൻസ് വേണ്ടി വരും, നമുക്ക് ഒറ്റയ്ക്കിരിക്കേണ്ടി വരും, റിഫ്ലക്റ്റ് ചെയ്യേണ്ടി വരും, പല കാര്യങ്ങളും ചിന്തിച്ച് മനസ്സിലാക്കാനുണ്ടാവും. ഇന്നർ ഗൈഡൻസ് ഒക്കെ വരുന്നത് ഈ സോളിറ്റ്യൂഡിൽ നിന്നാണ്, ഈ സൈലൻസിലാണ് ഇരിക്കുന്നത്. സൈലൻസ് എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദമില്ലാതെ ജഡമായിരിക്കുന്ന ഒരു അവസ്ഥയല്ല, അവിടെയാണ്
സ്പേസ് ഇരിക്കുന്നത്, അവിടെയാണ് മാറ്റങ്ങൾക്ക് വേണ്ട ആ എനർജി ഇരിക്കുന്നത്, അവിടെയാണ് പുതിയ ഗൈഡൻസ്, എല്ലാ തരത്തിലുള്ള ഗൈഡൻസും നമുക്ക് വരാൻ പോകുന്നത്. ഈ ഇന്നർ വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ മൈൻഡ് ഇങ്ങനെ ചാറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് കേൾക്കുക? അപ്പോൾ ഒരു സൈലൻസ്, ഒറ്റയ്ക്കിരിക്കാൻ നമ്മൾ ധൈര്യം വേണം. അത് ഒറ്റയ്ക്കിരിക്കുക എന്ന് പറഞ്ഞാൽ ഫിസിക്കലി മാത്രമല്ല, ഉള്ളിലാണ് പറയുന്നത്, ഉള്ളിലും കൂടിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വി മസ്റ്റ് ബി ഏബിൾ ടു ഫേസ് ദാറ്റ്. ആ ഒരു ചാലഞ്ച് ഇല്ലേ, ഒറ്റയ്ക്കിരിക്കാൻ പറ്റുക എന്നുള്ള, അതിനെ എടുക്കാൻ ധൈര്യം നമുക്ക് വേണം. അപ്പോൾ ഫോക്കസ് ഉണ്ട്, സോളിറ്റ്യൂഡിനെ സഹിക്കാൻ പറ്റുക എന്നുള്ള നിരന്തര അഭ്യാസം, കൺസിസ്റ്റൻസി, ക്ഷമ, ഇതെല്ലാം ഈ ശാന്തിയിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ മീറ്റ് ചെയ്യുന്ന ആളുകളാണ്, സിറ്റുവേഷൻസാണ്. ഇതെല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണമെങ്കിൽ ഒറ്റ പ്രോമിസിൻ്റെ മുകളിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. യോഗക്ഷേമം വഹാമ്യഹം, ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ഭഗവതർപ്പണമായ കാര്യങ്ങളെല്ലാം ചെയ്ത് അഭ്യാസവും വൈരാഗ്യവും കൊണ്ട് മനസ്സിന് ശാന്തി വരുത്തി എന്നെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, മോക്ഷം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളെ നിങ്ങളുടെ എല്ലാ ക്ഷേമങ്ങളും ഞാൻ നോക്കിക്കോളുമെന്ന് ഭഗവാൻ പ്രോമിസ് ചെയ്യുന്നു. അപ്പോൾ ആ പ്രതിജ്ഞയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഈ വരുത്തേണ്ട മാറ്റങ്ങളെല്ലാം വരുത്താൻ എല്ലാവർക്കും ധൈര്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന.